ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഇത് നമ്മളെ ഡൽഹി ട്രിപ്പിൻ്റെ അടുത്ത വീഡിയോ ആണ് കേട്ടോ. 3rd പാർട്ടാണ്. ഞാനിതിന് വളരെയേറെ നേരം വൈകിയിട്ടുണ്ട്. ഇത് ബേക്കിൽ സൗണ്ട് കേൾക്കുന്നത് ഇവിടെ മക്കളിരുന്ന് കളിക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഇറങ്ങി വന്നത് കണ്ടില്ല, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വന്നതാണ്. നമ്മളൊരു ഇന്ത്യൻ കോഫി ഹൗസ് തപ്പി നടന്ന് കണ്ടുപിടിച്ചാട്ടോ ഫുഡ് കഴിച്ചത്. കാരണം ഇവിടെ ഫുഡിന് ഭയങ്കര എക്സ്പെൻസുമാണ്. പിന്നെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡ് നമുക്ക് അത്രയ്ക്ക് പിടിക്കില്ല, ടേസ്റ്റ് ഇല്ലാത്തതുപോലെ ഉണ്ടാവും, ഭയങ്കര എരിവൊക്കെ ആയിട്ട്. ബിരിയാണി എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ ബിരിയാണിയായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റിയേയില്ല, അതുപോലെയാണ്. അപ്പം നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ നല്ല ഫുഡായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പോയി. കുഴപ്പമില്ല, ഓക്കെ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ക്യാഷിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് മറ്റേ ഓക്സിജൻ പുറത്തു വിടുന്നതാണെന്ന് തോന്നുന്നുണ്ട്, ഈ മലിനീകരണത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ. പിന്നെ ഇവിടെ അല്ലേ റോഡിൽ ഭയങ്കര തിരക്കാട്ടോ, ഏത് വഴി നോക്കിയാലും ഫുള്ളും വണ്ടിയാണ്. നമ്മൾ വിചാരിക്കും തട്ടി മുട്ടി എന്നൊക്കെ നമ്മൾ വിചാരിക്കും, പക്ഷെ അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് റെഡ് ഫോർട്ടിലേക്കാണ് കേട്ടോ. റെഡ് ഫോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ റെഡ് ഫോർട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാവർക്കും കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും. ഇവിടെ കയറാൻ 50 രൂപയാണ് കേട്ടോ ഒരാൾക്ക് വേണ്ടത്. ഇത് 1648 കാലഘട്ടത്തിലൊക്കെ മുഗൾ ചക്രവർത്തിയായ ഷാജഹാനാണ് ഇത് പണി കഴിപ്പിച്ചത്. 10 വർഷം എടുത്തിട്ടാണ് ഇത് പണി കഴിപ്പിച്ചത്. നമ്മൾ 500 രൂപ നോട്ടിൻ്റെ ബേക്കിലൊക്കെ കാണുന്നില്ലേ ഒരു കെട്ടിടം, അത് തന്നെ. 1857 ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഒരു കലാപം നടന്നിരുന്നു. നമ്മൾ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അതിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ സഫർ ആയിരുന്നേ. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമര പോരാളികൾ തമ്പടിച്ചിരുന്നത് ഈ ചെങ്കോട്ടയിലായിരുന്നു കേട്ടോ. പക്ഷേ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടം പരാജയമായി മാറുകയാണ് ചെയ്തത്. തുടക്കത്തിൽ ബ്രിട്ടീഷുകാർ പതറിയെങ്കിലും പിന്നെ ശക്തമായിട്ട് തന്നെ അവർ തിരിച്ചടിച്ച് ബ്രിട്ടീഷുകാർ ഡൽഹി പിടിച്ചെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ പരാജയം ഉറപ്പിച്ചതോടെ ബഹദൂർ ഷാ സഫർ അഭയം പ്രാപിച്ചത് ഹുമയൂൺ ടോംബിലായിരുന്നു കേട്ടോ. പിന്നെ ബ്രിട്ടീഷ് സൈന്യം അവിടെ വളയുകയും പിന്നീട് മറ്റേ നമ്മളെ ബഹദൂർ ഷാ സഫറിനെ പിടികൂടുകയൊക്കെ തടവിലാക്കുകയൊക്കെയാണ് ചെയ്തത്. ബഹദൂർ ഷാ സഫറിന് നമ്മളെ ഈ ഹുമയൂൺ ടോംബിൻ്റെ അടുത്തുള്ള യമുന നദി വഴി നേപ്പാളിലേക്ക് പോകാനായിരുന്നു ഉദ്ദേശം ഉണ്ടായിരുന്നത്. നേപ്പാളിലേക്ക് ഒളിച്ചോടാനായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബ്രിട്ടീഷ് സൈന്യത്തിന് മുന്നിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചെങ്കോട്ടയ്ക്കുള്ളിൽ കുറേ ദൂരം നടക്കാനുണ്ട്. നമ്മൾ ചെങ്കോട്ടയ്ക്കുള്ളിൽ കടന്ന് കുറച്ച് ചെല്ലുമ്പോഴത്തേക്കും കുറേ സ്റ്റാളുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര വിലയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ നടക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ കാണാനൊക്കെ ഉണ്ട്. പിന്നെ അമ്പാടീനെയും കൊണ്ട് ഞങ്ങൾ നടന്ന് മടുത്തിട്ട് ഞങ്ങൾ മാത്രം ഇവിടെ കുറച്ച് നേരം കുത്തിരുന്നു കേട്ടോ. അമ്മയും അച്ഛനും എല്ലാവരും ബാക്കി സ്ഥലമൊക്കെ പോയി കണ്ടേ. ഞങ്ങളിവിടെ കുത്തിരുന്ന് അമ്പാടി അവിടെ ഇരുന്ന് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഈ ഗ്രൗണ്ടിൽ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നേ, കുറേ ആൾക്കാർ അവിടെ ഇരുന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അമ്പാടി കുറേ നേരം കുട്ടികളൊപ്പം ഓടി കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടുന്ന് എടുത്തു. അങ്ങനെയായിരുന്നേ ചെങ്കോട്ടയിൽ ഉണ്ടായിരുന്നത്. കുറേ നടക്കാനുള്ളവരും മടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ റെഡ് ഫോർട്ടിൽ ഞങ്ങൾ കുറച്ച് സമയം ചിലവഴിച്ചു കേട്ടോ. അതിൻ്റെ ഉള്ളെല്ലാം കണ്ടു തീർക്കണേ കുറച്ച് സമയം വേണമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങിയേ. നമ്മളിനി അടുത്ത് പോകുന്നത് ഇന്ത്യ ഗേറ്റിലേക്കാണ് കേട്ടോ. പോകുന്ന വഴിയിലുള്ള ഒരു തുരങ്കപാതയാണ് ഇത്. എന്ത് ഭംഗിയായിട്ടല്ലേ അതിൻ്റെ ചുമരുകളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് നോക്കൂ. 2 സൈഡിലുണ്ട് കേട്ടോ, അപ്പുറത്തെ വശത്തും ഉണ്ട് ഇങ്ങനെ തന്നെ. നല്ല ഭംഗിയാണ് അത് കാണാൻ, നല്ല ഭംഗിയിലത് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇപ്പം വൈകുന്നേരം ആട്ടോ നമ്മൾ ഇന്ത്യ ഗേറ്റ് കാണാൻ പോകുന്നത്. വൈകുന്നേരം കണ്ടിട്ടല്ലേ കാര്യമുള്ളൂ. നല്ല ഭംഗിയിൽ അത് കാണാൻ കഴിയും നമുക്ക്, അതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ ഉണ്ടായിട്ട്. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് നമുക്ക് ഇന്ത്യ ഗേറ്റും എല്ലാം നമുക്ക് രാജ്ഘട്ടും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഒക്കെ ഇങ്ങനെ അടുത്തടുത്തായിട്ട് പോകുന്ന വഴികളിലായിട്ടാണ് ഉള്ളത്. അപ്പം ഇന്ത്യ ഗേറ്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഡൽഹിയുടെ ഹൃദയഭാഗത്തായിട്ടാട്ടോ ഇന്ത്യ ഗേറ്റ് നിലനിൽക്കുന്നത്. പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധസ്മാരകങ്ങളിലൊന്നാണ് ഇന്ത്യ ഗേറ്റ്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഒന്നാം ലോക മഹായുദ്ധത്തിനും അഫ്ഗാൻ യുദ്ധത്തിനും മരിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ സൈനികരുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി 1931 നിർമ്മിക്കപ്പെട്ട സ്മാരകമാണിത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഇന്ത്യൻ സേനയുടെ ഒരു യുദ്ധസ്മാരകം ഇതിനുള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അമർ ജവാൻ ജ്യോതി എന്നാണ് ഈ സ്മാരകം അറിയപ്പെടുന്നത്. യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ പേരൊക്കെ ഈ ചുമരിൽ കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇത് നോക്കി ഇങ്ങനെ നിന്നു. അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. ഇനി അങ്ങോട്ടുള്ളതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അതായത് അന്നത്തെ ദിവസം ഫുഡ് കഴിക്കാൻ പോയതും റൂമിൽ പോയതൊന്നും. ഇത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് കുറച്ച് സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടി. ഇന്നത്തെ ദിവസം ഹുമയൂൺ ടോംബ്, പിന്നെന്താ കുത്തബ് മീനാർ, ജമാ മസ്ജിദ് അതൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇതിപ്പം ഞങ്ങൾ താമസിച്ച ഹോട്ടലിന് ഇറങ്ങുന്ന വശം താഴെ തന്നെ ഒരു ചെറിയൊരു മാർക്കറ്റാണ്. അപ്പോൾ അവിടെ ചെറിയ പൈസയ്ക്ക് നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. പക്ഷെ നമുക്കങ്ങനെ വലിയ പൈസ കുറവായിട്ടൊന്നും തോന്നുന്നില്ല. നമുക്ക് ഡ്രസ്സിന് ക്വാളിറ്റി ഇല്ലാത്ത മാതിരിയാണ് തോന്നുക. അതുകൊണ്ട് നമുക്കങ്ങനെ മേടിക്കാൻ തോന്നില്ല. അതാണൊരു പ്രശ്നം. ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. അപ്പം വണ്ടി കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത്. കുറച്ചും കൂടെ അവിടെ ചെല്ലുമ്പോൾ കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നേ. നമ്മൾ പോകുന്ന ആ മാർക്കറ്റിൻ്റെ 2 സൈഡിലും നോക്കിയേ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ വഴീൻ്റെ സൈഡിൽ നിന്നിട്ട് എല്ലാവരും ഇങ്ങനെ കഴിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നോക്കുമ്പോൾ എന്താ വൃത്തിയില്ലാത്ത പോലെ തോന്നും ഇങ്ങനെ. പിന്നെ അങ്ങനെ 2 സൈഡിലും റോഡാണ്. പക്ഷെ 2 സൈഡിലും വണ്ടി നിർത്തിയിട്ടിട്ടാണുള്ളത്. ഓട്ടോറിക്ഷയും ടാക്സികളും. ആ വഴി കൂടെ എങ്ങനെയാണ് നമ്മൾ വണ്ടി എടുത്തിട്ട് പോകുമെന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. നമ്മളെ വണ്ടി പോകാത്തതുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ആക്കി നീക്കി തരുന്നതാണ്. നമുക്ക് മെയിൻ റോഡുമ്പോൾ കൂടെ പോകുമ്പോൾ നല്ല വൃത്തിയുണ്ടെന്ന് തോന്നുമെങ്കിലും നമ്മൾ ഈ ആൾക്കാരൊക്കെ താമസിക്കുന്ന ഉള്ളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ വൃത്തിക്കുറവുള്ള പോലെ തോന്നും നമുക്ക്. गाड़ी तो चली भी जाती है, बड़ी कोई नहीं जाती। हाँ 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 हाँ। പോകുന്ന വഴികളിലൂടെ തന്നെയാണ് ഞങ്ങൾ ഇന്നലെ പോയിക്കൊണ്ടിരിക്കുന്നത്.
അതായത് ഏകദേശം കാണേണ്ട സ്ഥലങ്ങളൊക്കെ ഏകദേശം ഒരേ വഴിയിൽ തന്നെയാണുള്ളത്. പക്ഷെ ഞങ്ങളെ ഡ്രൈവർ കുറച്ച് വിരുദ്ധനായിരുന്നു. അതുകൊണ്ട് നമ്മളെ ചില സ്ഥലങ്ങളൊക്കെ ലിസ്റ്റിലുള്ള സ്ഥലങ്ങളൊക്കെ ചിലത് കാണിക്കാതെ അയാൾ പോവുമായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലായില്ല, നമുക്കറിയില്ലല്ലോ ഇത് എവിടേക്കാണ് ഉള്ളത് എന്നുള്ളത്. അപ്പം പിന്നെ മനസ്സിലായി. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ കാണാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പറയാൻ തുടങ്ങി. അല്ലെങ്കിൽ ഞങ്ങൾ പല സ്ഥലങ്ങളും കാണൂല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയേ. അപ്പോൾ ഇങ്ങനെ ട്രിപ്പ് പോകുന്ന ആൾക്കാർ നമുക്കൊരു പ്ലാൻ തന്നിട്ടുണ്ടാവുമല്ലോ, ആ പ്ലാൻ അനുസരിച്ച് തന്നെ സ്ഥലങ്ങളിൽ കയറി കാണാൻ നോക്കുക. അപ്പോൾ അത് ഓരോ ദിവസവും ആ പോകുന്ന വഴിയിലുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ നമുക്ക് പറ്റും. ഇത് ഇവരെ അനുസരിച്ച് ഇവർക്ക് പറ്റിയ സ്ഥലങ്ങളിലൊക്കെ ഇവരിങ്ങനെ കൊണ്ടുപോയി ആദ്യം. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലൊന്നും കൊണ്ടുപോയില്ല. അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ അങ്ങനെ മിസ്സായി പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുത്തബ് മീനാറിലെത്തി കേട്ടോ. ഇവിടെ ഒരാൾക്ക് കയറാൻ 50 രൂപയാണെന്ന് തോന്നുന്നുണ്ട്. ഏകദേശം കയറേണ്ട എല്ലാ സ്ഥലത്തും 50 രൂപ തന്നെയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് വഴിയിൽ കക്കരിക്ക വിൽക്കുന്നുണ്ട് ഇവർ. അതിൻ്റെ തോലൊക്കെ ചെത്തിങ്ങാണ്ട്. പക്ഷെ കക്കരിക്ക തിന്നാൻ നല്ല രസമാണ് കേട്ടോ, നല്ല ഇളമയായിട്ടാണുള്ളത്. പിന്നെ ഈ കുത്തബ് മീനാർ എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഞങ്ങളിവിടെ കുറേ നേരം നമ്മൾ ചിലവഴിച്ചിട്ടുണ്ട്. എന്നാൽ ചുറ്റുഭാഗവും കാണാൻ നല്ല രസമാണ്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ അത് കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട് കുത്തബ് മീനാർ സ്ഥലം. നമുക്കവിടെ കുറേ നേരം അങ്ങനെ ചിലവഴിക്കാൻ തോന്നും ഓരോ സ്ഥലത്തും. ഞങ്ങളാണെങ്കിൽ ഓരോ സ്ഥലത്തു നിന്ന് ഫോട്ടോ എടുത്തിട്ട് കുറേ നേരം ഇവിടെ സമയം ചിലവഴിച്ചിട്ടുണ്ട്. ഈ കുത്തബ് മീനാർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇഷ്ടിക വെച്ചാണ്. അത് മൊത്തം ഇഷ്ടിക വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റോൺ ടവറായിട്ട് അറിയപ്പെടുന്നത് ഇതാണ്. പിന്നെ ഇത് പണി കഴിപ്പിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 രാജാക്കന്മാരുടെ ഭരണകാലങ്ങളിലായിട്ടാണ് ഇതിൻ്റെ പണി തീർത്തിട്ടുള്ളത്. ആദ്യത്തെ രാജാക്കന്മാരുടെ പേരൊന്നും എനിക്കറിയില്ല. 2 നിലയായിട്ടും പിന്നെ വന്ന രാജാവിൻ്റെ കാലഘട്ടത്തിൽ 3 നിലയായിട്ടും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പണി കഴിച്ച് തീർത്തിട്ടുള്ളത്. പിന്നെ 1974 മുമ്പ് വരെ ഈ കുത്തബ് മീനാറിൻ്റെ മുകളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രവേശനം നിർത്തി കേട്ടോ. ഇപ്പം നമുക്കാർക്കും അതിൻ്റെ മുകളിലേക്ക് കയറാൻ കഴിയില്ല. ഇവിടെ നിന്നിട്ട് എന്തോ ഒരു ഫ്ലൈറ്റാണ് പോകുന്നത്. മിനിറ്റിന് ഫ്ലൈറ്റ് ഇതിൻ്റെ മുകളിൽ കൂടെ പോകുന്നത് നമുക്ക് കാണാമായിരുന്നു. അടുത്ത് നമ്മൾ പോകുന്നത് ഹുമയൂൺ ടോംബിലാട്ടോ. ഡൽഹിയിലെ താജ്മഹൽ എന്നാണ് ഈ ഹുമയൂൺ ടോംബ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പൂന്തോട്ട ശവകുടീരമാണ് ഹുമയൂൺ ടോംബ്. നല്ല ഭംഗിയായി ഇത് കാണാൻ. ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ 50 രൂപയാണെന്ന് തോന്നുന്നു കേട്ടോ. അല്ലാത്തൊരു 50 തന്നെയാണ്. 100-ന് മുകളിലൊന്നും ഒരു സ്ഥലത്തുമില്ല. നമ്മളില്ലേ ഷാജഹാൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യ മുംതാസിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച താജ്മഹലിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര വാചാലരാകാറൊക്കെ ഉണ്ട്. ഭയങ്കര കാര്യത്തോടു കൂടിയൊക്കെയാണ് നമ്മൾ സംസാരിക്കുക. പക്ഷേ ഒരു ഭാര്യ അവളുടെ ഭർത്താവിന് വേണ്ടി നിർമ്മിച്ച ഒരു നിർമ്മിതിയെക്കുറിച്ച് ആരും പറയാനില്ല. അതാണ് ഈ ഹുമയൂൺ ടോംബ് എന്ന് പറയുന്നത്. 1558 ഹമീദ ബാനു ബീഗം തൻ്റെ ഭർത്താവായ ബാഷാ ഹുമയൂണിൻ്റെ കബറിടത്തിൽ ഈ ഒരു ടോംബ് നിർമ്മിച്ചതാണ്. അതിഭംഗിയായിട്ട് തന്നെ അത് നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായി ഇത് കാണാനും. നമ്മൾ താജ്മഹലിനുള്ള അത്ര മിനാരങ്ങളൊന്നും ഇനിയില്ലാന്നേ ഉള്ളൂ. അടുത്ത നമ്മൾ പോകുന്നത് എവിടേക്കായിരുന്നു? ജുമാ മസ്ജിദിൻ്റെ അവിടേക്കാണ്. നമ്മൾ
ആദ്യം നമ്മൾ ഇന്ത്യ ഗേറ്റ് കണ്ടില്ലേ, ഇന്ത്യ ഗേറ്റ് അല്ല, മറ്റേ റെഡ് ഫോർട്ട്. ഈ റെഡ് ഫോർട്ടിൻ്റെ അപ്പുറം തന്നെയാണ് ഈ ജുമാ മസ്ജിദ് ഇരിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങളുടെ ഡ്രൈവർ എന്നാലും പിന്നെ ഇവിടെയല്ലേ കാണിക്കേണ്ടത്, പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ലല്ലോ, നമ്മളെ എന്നിട്ട് ഇവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പിന്നെ പറഞ്ഞെങ്ങാണ്ട് പിന്നെയും ഇവിടെ വന്നതാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇതിന് പാർക്കിംഗ് ഒക്കെ മറ്റേ ആ റെഡ് ഫോർട്ടിൻ്റെ അതേ പാർക്കിംഗാണ് വരുന്നത്. ഇങ്ങോട്ടേക്ക് ഇവർ വണ്ടി കൊണ്ടുവന്നിട്ടില്ല. ഭയങ്കര ചെറിയ ഇടുങ്ങിയ വഴിയും ഭയങ്കര തിരക്കുള്ള വഴിയാണ്. എന്നാൽ അന്ന് തന്നെ ഞങ്ങളോട് പറഞ്ഞിരുന്നത് അവിടുന്ന് ഞങ്ങൾക്ക് ഓട്ടോ പിടിച്ച് വരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും റെഡ് ഫോർട്ടിൻ്റെ അവിടെ വന്ന് പാർക്ക് ചെയ്ത് അവിടുന്ന് വണ്ടിയിൽ ഓട്ടോറിക്ഷ പിടിച്ച് വന്നതാണ് ജുമാ മസ്ജിദിലേക്ക്. ജുമാ മസ്ജിദ് എന്ന് പറയുന്നത് 3.5 പതിറ്റാണ്ടുകൾക്ക് മുന്നേ പണി കഴിപ്പിച്ച ജുമാ മസ്ജിദിന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ പള്ളി എന്ന പേര് ഉണ്ടായിരുന്നു കേട്ടോ. 3 കവാടങ്ങളാണ് ഇതിനുള്ളത്. അത് കഴിഞ്ഞ് 3 കവാടങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയുണ്ട്. ഒരു വലിയ പള്ളിയിൽ എന്തെങ്കിലും വലിയ കാര്യങ്ങളോ ഫങ്ഷനോ കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ, ഫങ്ഷനല്ല വലിയ ആഘോഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്ത് ഒരു 25,000 പേരെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും. അത്രയ്ക്കും വിശാലമായ സ്ഥലമാണ് ഇത്. അപ്പോൾ ഈ ജുമാ മസ്ജിദിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്കറ്റാണ്. അങ്ങ് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ചോരി ബസാർ മാർക്കറ്റൊക്കെയാണുള്ളത്. പിന്നെ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് ശ്രദ്ധിക്കണം അവിടെ, കാരണം കള്ളന്മാരുണ്ട്, എപ്പം വേണമെങ്കിലും അടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഈ മാർക്കറ്റിൽ കൂടിയൊക്കെ നടന്ന് കുറേ കണ്ടു, എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നമുക്ക് പറ്റിയ സാധനങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുർത്തയും കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ അതേ പൈസ പോലെ തന്നെ തോന്നുക. സൂര്യയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ആ സൂര്യനൊക്കെ അങ്ങനത്തെ അതേ സാധനങ്ങൾ അതിന് വിലക്കുറവിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നി. പിന്നെ എന്താ 200 രൂപ ചെറിയ ഷോർട്ടായിട്ടുള്ള കുർത്താസൊക്കെ ഉണ്ട്. അതിനൊക്കെ 250 രൂപ 300 രൂപയൊക്കെ തന്നെയാണ് ഒന്നിന്. അവർ പൈസ കുറയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ തുണി നമുക്ക് കാണുമ്പോൾ ക്വാളിറ്റി ഇല്ലാത്ത പോലെയും തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ കഴിഞ്ഞും കണ്ട് വന്നത് രാജ്ഘട്ടിലാണ് കേട്ടോ. രാജ്ഘട്ടിൽ, അതായത് നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ സമാധി സ്ഥലം. ഇവിടെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നല്ലൊരു സമാധാനം ഫീൽ ചെയ്യുന്നൊരു സ്ഥലമാണ് ഇവിടെ. പക്ഷേ നമ്മൾ നല്ല ചൂടത്ത് മറ്റേ പൊരിഞ്ഞായിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. എന്നാലും പോലും നമുക്കൊരു സമാധാനം തോന്നുന്നൊരു സ്ഥലമാണ് ഇത്. പിന്നെ ഇവിടെ നമുക്ക് അണയാത്തൊരു വിളക്ക് നമുക്കവിടെ കാണാൻ പറ്റും. എന്നൊന്ന് പറഞ്ഞ പോലെ തന്നെ അത് കത്തിച്ച് നല്ല അണയാത്ത രീതിയിലാണ് അത് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്കിതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ചരൺ സിംഗിൻ്റെ സമാധി സ്ഥലം ആയ കിസാൻഘട്ടും ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഗാന്ധിയൻ വസ്തുവിദ്യ പ്രകാരമാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. നശിച്ചു പോകുന്ന വസ്തുക്കൾ കൊണ്ട് മാത്രമാണ് ഇവിടെ ഇതിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. അങ്ങനെയൊക്കെയാണ് രാജ്ഘട്ടിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി, ഇതിൻ്റെ ഉള്ളിൽ കയറാൻ 50 രൂപയും ഞാൻ തോന്നുന്നു 45 അങ്ങനെ എന്താണ്. അപ്പോൾ അതിൻ്റെ സമാധി സ്ഥലം അങ്ങ് ഉള്ളിലാണുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അമ്പാടി ഇപ്പുറത്ത് കാക്കേനെ കണ്ടിട്ട് ആ പുൽത്തകിടിയുള്ള സ്ഥലത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി. അത് മൊത്തം വെള്ളമാണ് വരുന്നത്. അവിടെ വെള്ളം തുറന്നു വിട്ടിട്ടാണ്, നനച്ചിട്ട് വെള്ളം അവിടെ തുറന്നു വിട്ടതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഉള്ള കാക്കയെല്ലാം അവിടെ വന്നിട്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് സമാധി സ്ഥലം. ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയില്ല. അമ്പാടി ആ പുൽത്തകിടീൻ്റെ അവിടെ ഇരുന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം അവൻ വരുന്നില്ല. അപ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും അങ്ങോട്ട് ഇറങ്ങി. കുട്ടനൊക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോയി കണ്ടു. ഞങ്ങൾ ഇറങ്ങിയില്ല, ഞങ്ങളിവിടെ നിന്ന് കണ്ടു. അതാണ് അണയാത്ത വിളക്ക് കണ്ടു. കുറച്ച് നേരം ഇവിടെ ഇരുന്നു. അവർ പോയി കണ്ടുവരുന്നവരെ ഞങ്ങൾ അവിടെ ഇരുന്നു. അമ്പാടി അവിടെ ഒരേ കളിയായിരുന്നു. കുറേ നേരം വണ്ടിയിലൊക്കെ ആയിരുന്നില്ലേ, അപ്പോൾ അവിടെ കളിയായിരുന്നു. കുറച്ച് സ്ഥലം കിട്ടിയപ്പോൾ അവൻ അവിടെ കളിക്കാൻ തുടങ്ങി. അമ്പാടി അങ്ങ് താഴത്തേക്ക് ഓടിപ്പോവാട്ടോ, ഇങ്ങോട്ടേക്ക് വരാതെ. അങ്ങനെ നമ്മളെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ദിവസമാണ് ഇത് നമ്മൾ എയർപോർട്ടിലേക്ക് പോവാട്ടോ. ഇങ്ങോട്ട് വന്നത് ട്രെയിനിലാണെങ്കിലും തിരിച്ച് ഞങ്ങൾ ഫ്ലൈറ്റിലാണ് പോകുന്നത്.
ട്രെയിനിൽ നമ്മൾ അത്രയും നേരെ ഇരിക്കണമല്ലോ. അപ്പോൾ ഈ 4 ദിവസത്തെ ട്രിപ്പും കഴിഞ്ഞ് അവശരായിട്ട് പിന്നെയും തിരിച്ച് ട്രെയിനിലേക്ക് ഇരിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും മടുക്കും. അപ്പം നമ്മൾ തിരിച്ച് ഫ്ലൈറ്റിന് പോകാമെന്ന് തീരുമാനിച്ചതാണ്. അങ്ങനെയാണ് നമ്മൾ വന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്കായിരുന്നു. നമ്മൾ ഇറങ്ങാനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ സരോജിനി മാർക്കറ്റൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ ഞങ്ങൾ ഓട്ടോ പിടിച്ചിട്ട് സരോജിനി ഒരു ടാക്സി ബുക്ക് ചെയ്ത് സരോജിനി മാർക്കറ്റിലൊക്കെ പോയിട്ട് എന്താണെന്നുള്ളതൊക്കെ കണ്ടിട്ടാണ് വന്നത്. പക്ഷെ ആരും ഒന്നും മേടിച്ചിട്ടില്ല. അമ്പാടിക്ക് എന്തോ ഒരു ദിനോസറിന് എന്തോ മേടിച്ചു, അത്രയേ ഉള്ളൂ. സാധനങ്ങളൊന്നും ക്വാളിറ്റി ഇല്ലാത്ത പോലെയാണ് തോന്നിയത്. നമ്മൾ അങ്ങനെയൊന്നും മേടിക്കും എന്നെനിക്ക് ആരും അങ്ങനെയൊന്നും മേടിക്കും തോന്നുന്നില്ല. നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ പൈസയുണ്ട്. പിന്നെ നമ്മൾ ആവശ്യമില്ലാതെ ഇവിടെ നിന്ന് മേടിച്ചിട്ട് ക്വാളിറ്റി ഇല്ലാത്ത സാധനം മേടിച്ചിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ അനിയനൊക്കെ നമ്മൾ നിന്ന് ഹോട്ടലിന് താഴെയുള്ള മാർക്കറ്റിൽ നിന്ന് ഒരു ചെരുപ്പൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ 2 ചെരുപ്പ് മേടിച്ചാലും ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഒന്നും അവൻ ശരിക്കും ശ്രദ്ധിച്ചില്ല. ആ ചെരുപ്പിൻ്റെ മുന്നിൽ കുറച്ചിങ്ങനെ പൊള്ളിയ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. അച്ഛനും അമ്മയും ഒക്കെ ആദ്യമായിട്ടായിരുന്നു ഫ്ലൈറ്റിൽ കയറിയത്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ അവിടെ ഇരുന്നിട്ട് താഴത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വിൻഡോ സീറ്റിലിരുന്ന് കണ്ട് താഴത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അച്ഛന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അച്ഛനും അമ്മയൊക്കെ എല്ലാവരും ഹാപ്പിയായി. അപ്പോൾ ഇനി ബാക്കിയുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. തിരിച്ച് വീട്ടിൽ എത്തുന്നതൊന്നും എടുത്തിട്ടില്ല. അമ്പാടി ആ ഫ്ലൈറ്റിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഓട്ടോ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ മാത്രമാകുമ്പോഴാണല്ലോ ഫ്ലൈറ്റിൽ പ്രശ്നം ഉണ്ടാവുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അത് പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ടൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതോടുകൂടി നമ്മളെ ഡൽഹി ട്രിപ്പ് അവസാനിക്കുക കേട്ടോ. ഡൽഹി ട്രിപ്പിൻ്റെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റാ, മറ്റൊരു വീഡിയോയിൽ ഇനിയും കാണാം കേട്ടോ.